important definitions in income tax. So, in income tax, the first important term is income. So, what is income? If you refer to the Income Tax Act, there is no specific definition for income. That is, the term income has not been specifically defined in Income Tax Act. But as we all know, income is a very important term of income tax, as income tax is charged on the income of a person. അപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം എത്രയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് എത്രയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും കിട്ടുന്ന വാടക എത്രയാണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ, അങ്ങനെ വരുമാനം അല്ലെങ്കിൽ ഇൻകം എത്രയാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ? ആ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ പേ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ വ്യക്തി പേ ചെയ്യേണ്ട ടാക്സ് എത്രയാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻകം എന്താണ് എന്ന് അറിയേണ്ടത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് ദ ടേം ഇൻകം ഇസ് നോട്ട് ക്ലിയർലി ഓർ സ്പെസിഫിക്കലി defined in Income Tax Act. The Income Tax Act, on the other hand, states what are to be included in the income. ഇൻകം ടാക്സ് ആക്ടിലെ ഇൻകം എന്താണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻകം ടാക്സിൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്. ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നും കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. പിന്നെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് എക്സെട്ര. അതായത് ഇപ്പം നമ്മൾ ഷെയർ, ഇക്വിറ്റി ഷെയർ നമ്മൾ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ വാങ്ങിക്കുകയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഒരു വ്യക്തി വാങ്ങിക്കുമ്പോൾ ദ പേഴ്സൺ മേ ബി ഗെറ്റിംഗ് ഡിവിഡൻഡ് ഫ്രം ഇറ്റ്. അല്ലെങ്കിൽ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആവുകയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഡിവിഡൻഡ് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിവിഡൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം. പിന്നെ വരുന്നതാണ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ ബാങ്കിൽ FD ഇട്ടു, അല്ലെങ്കിൽ നമ്മളൊരു RD, റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്നും എല്ലാം നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ടാവും? വരുമാനം ലഭിക്കുന്നുണ്ടാവും. വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റിന്റെ രൂപത്തിലാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനിലെല്ലാം വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റും ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം. പിന്നെ അതിൽ വരുന്നതാണ് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് റിസീവ്ഡ് ബൈ എ ട്രസ്റ്റ് created for charitable or religious purpose, or a scientific research association, or by a games or sports association, or by any university or hospital, or by an electoral trust. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മളൊരു ട്രസ്റ്റ്, ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാലും ഒരു റിലീജിയസ് ട്രസ്റ്റ് ആയാലും, ഇപ്പോൾ നമുക്കറിയാം പല അമ്പലങ്ങളും അല്ലെങ്കിൽ പള്ളികളൊക്കെ റിലീജിയസ് ട്രസ്റ്റ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവും. അതുപോലെ ഒരുപാട് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഡൊണേഷൻസിന്റെ രൂപത്തിലാണ് ഫണ്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഡൊണേഷൻസ് എല്ലാം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? ആ പെർട്ടിക്കുലർ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ റിലീജിയസ് ട്രസ്റ്റിന്റെ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റീസ് ആയാലും സ്പോർട്സ് അസോസിയേഷൻസ് ആയാലും ഇവർക്കുമെല്ലാം ഒരുപാട് ഡൊണേഷൻസ് കിട്ടുന്നുണ്ടാവും. അതായത് സ്പോൺസേഴ്സിൽ നിന്നും ഡൊണേഷൻസ് കിട്ടുന്നുണ്ടാവും, ഫോറിൻ കമ്പനീസിൽ നിന്നും ഡൊണേഷൻസ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഡൊണേഷൻസിനെ എല്ലാം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. Then income also includes the value of any perquisites or benefits enjoyed by an employee. അപ്പം സാലറിക്ക് പുറമെ അല്ലെങ്കിൽ ബേസിക് സാലറിക്ക് പുറമെ എംപ്ലോയിക്ക് പലവിധ
പെർക്വിസിറ്റ്സ് കൊടുക്കുന്നുണ്ടാവും. പെർക്വിസിറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാർ അലോ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കാറ് വിത്ത് ഡ്രൈവറിനെ അലോ ചെയ്തിട്ടുണ്ടാവും, ഗാർഡനറിനെ അലോ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ താമസിക്കാനുള്ള റെന്റ് ഫ്രീ അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ടാവും, കുക്കിനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അഡീഷണൽ ഫെസിലിറ്റീസ് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫെസിലിറ്റീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മോണിറ്ററി ടേംസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ മണി വാല്യൂ എത്രയാണ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കാർ ഒരു എംപ്ലോയിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ കാറിന്റെ യൂസേജിനെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം അതിന്റെ മോണിറ്ററി വാല്യൂയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് ആ മോണിറ്ററി വാല്യൂ നമ്മൾ ആ എംപ്ലോയിയുടെ ഇൻകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ ഈ പറയുന്ന ഗാർഡനർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കുക്കിന് എംപ്ലോയർ ആണ് ശമ്പളം കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ അതും മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന എംപ്ലോയിയുടെ ഇൻകത്തിലേക്ക് നമ്മളത് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എംപ്ലോയിക്ക് ലഭിക്കുന്ന പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ മോണിറ്ററി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അത് ഈ പറയുന്ന എംപ്ലോയിയുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ വരുന്നതാണ് എനി അലവൻസസ് ഗ്രാൻഡഡ് ടു ദ അസസി ടു മീറ്റ് ഹിസ് പേഴ്സണൽ എക്സ്പെൻസസ് at the place where he performs his duties or to compensate him for increased cost of living. അതായത് ഇപ്പോൾ ഡിയർനെസ് അലവൻസ് കൊടുക്കുന്നത് ഇപ്പോൾ മാറി മാറി വരുന്ന പർച്ചേസിങ് ഇൻഫ്ലേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിയർനെസ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആയിരിക്കില്ല 6 മാസം കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഉണ്ടാവുക, ചിലപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫ്ലേഷൻ കാരണം പ്രൊഡക്ട്സിന്റെ അല്ലെങ്കിൽ സർവീസസിന്റെ എല്ലാം വാല്യൂ കൂടുക അല്ലെങ്കിൽ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇൻക്രീസ്ഡ് പ്രൈസിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ആ ഒരു ബെനിഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിയർനെസ് അലവൻസ്. അതുപോലെ നമ്മൾ സിറ്റീസിലൊക്കെയാണ് താമസിക്കുന്നത് എങ്കിൽ, അതായത് ബാംഗ്ലൂർ, ഡൽഹി അല്ലെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം ഇതുപോലെയുള്ള സിറ്റീസിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത് എങ്കിൽ എംപ്ലോയീസിന്റെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന സിറ്റീസിലെയൊക്കെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇൻക്രീസ്ഡ് ലിവിങ് എക്സ്പെൻസസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് എന്ന് പറയുന്ന അലവൻസ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. That too is included as a income. പിന്നെ ഹിൽ സ്റ്റേഷനിലായിരിക്കും ചില സ്ഥാപനങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ടീ എസ്റ്റേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ജോലി ചെയ്യേണ്ടി വരിക ഹിൽ സ്റ്റേഷൻസിലൊക്കെ ആയിരിക്കും. അതുപോലെ ഹിൽ സ്റ്റേഷൻസിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ ഹിൽ സ്റ്റേഷൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ജോലി സ്ഥലം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഹിൽ സ്റ്റേഷനിൽ ജീവിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ആ ഒരു ഇൻകൺവീനിയൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ഹിൽ സ്റ്റേഷൻ അലവൻസ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള അലവൻസസ് പല സാഹചര്യങ്ങളിൽ എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ പറയുന്ന അലവൻസസ് എല്ലാം നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് സ്ഥലം വിറ്റിട്ടുള്ള കാശ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് വിറ്റിട്ടുള്ള കാശ്, ഇപ്പോൾ ജ്വല്ലറി ആയാലും അതുപോലെ നമ്മുടെ കയ്യിൽ ബോണ്ടുകളോ അല്ലെങ്കിൽ ഷെയറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം വിറ്റ് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഇൻകം. പിന്നെ വരുന്നതാണ് ഇൻകത്തിന്റെ ഡെഫിനേഷനിൽ അല്ലെങ്കിൽ ഇൻകത്തിന്റെ ആ ഒരു ടേമിൽ വരുന്നതാണ് വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ്വേർഡ് പസിൽസ്, റേസസ്, കാർഡ് ഗെയിംസ് ഓർ ബെറ്റിംഗ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുത്തു, നമുക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അവർ ഇൻകം. നമ്മൾ ഈ പേപ്പറിലൊക്കെ ക്രോസ്വേർഡ് പസിൽസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ക്രോസ്വേർഡ് പസിൽസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മൾ തിരിച്ച് ന്യൂസ് പേപ്പർ കമ്പനിക്ക് അയച്ചു കൊടുക്കുകയും നമുക്ക് അതിന് ഒരു പ്രൈസ് എമൗണ്ട് കിട്ടുകയും ചെയ്യുകയാണ് എങ്കിൽ ദെൻ ദാറ്റ് പ്രൈസ് എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം. പിന്നെ റേസസ്, ഇപ്പോൾ പല രീതിയിലുള്ള റേസസ് ഉണ്ട്. ഹോഴ്സ് റേസസ് ഉണ്ട്, അതുപോലെ കാർ റേസസ് ഉണ്ട്, ബൈക്ക് റേസസ് ഉണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ബെറ്റിംഗ് നടത്തേണ്ടതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബെറ്റ് നടത്തേണ്ടതെങ്കിൽ ആ ബെറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനും വരുമാനത്തിനെയും നമ്മൾ ഇൻകം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ എനി സം റിസീവ്ഡ് ഫ്രം എംപ്ലോയർ
as contribution to any provident or other funds for the welfare of the employees. അപ്പോൾ എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് എംപ്ലോയറുടെ ഭാഗത്തിൽ നിന്നും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുകയാണ് എങ്കിൽ ആ കോൺട്രിബ്യൂഷൻസിനെയും നമ്മൾ ഇൻകം തന്നെയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Any sum chargeable to income tax under the head business or profession, അതായത് ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നും കിട്ടുന്ന ഇൻകവും ഇൻകം ടാക്സ് ആക്ടിൽ ചാർജബിൾ ആണ്. അതായത് ബിസിനസ് നടത്തി നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. പ്രൊഫഷൻ അതായത് അഡ്വക്കേറ്റ്സിനാണെങ്കിൽ ഫീസ് കിട്ടുന്നുണ്ട്, ഡോക്ടേഴ്സിന് ഫീസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു വീടിന്റെ പ്ലാൻ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫീസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ എല്ലാം ബിസിനസ്സിനാണെങ്കിൽ ബിസിനസ്സിന് കിട്ടുന്ന വിറ്റിട്ട് ഒരു സാധനം വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വരുമാനത്തിനെയും നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതുപോലെ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അതുപോലെ ഈ ആർക്കിടെക്ട്സ് പറയുന്ന ആ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഫീസിനെയും നമ്മൾ ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി. അതായത് എംപ്ലോയിയുടെ ലൈഫിന്റെ മുകളിൽ എംപ്ലോയർ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസിനെയാണ് നമ്മൾ കീമാൻ ലൈഫ് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഓബ്വിയസ്ലി നമ്മൾ പ്രീമിയം പേ ചെയ്യേണ്ടി വരും. ഇവിടെ എംപ്ലോയിയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ എംപ്ലോയർ ആണ് പ്രീമിയം പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ എംപ്ലോയർക്ക് വരുന്ന ആ ഒരു പ്രീമിയം പേയ്മെന്റ് ചെലവിനെ നമ്മൾ എംപ്ലോയിയുടെ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു വ്യക്തിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കോമ്പൻസേഷനെയും നമ്മൾ ഇൻകം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കോമ്പൻസേഷൻ ഓർ അതർ പേയ്മെന്റ്സ് ഡ്യൂ ഓർ റിസീവ്ഡ് ബൈ എനി പേഴ്സൺ ഇൻ കണക്ഷൻ വിത്ത് ടെർമിനേഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെന്റ്. ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന സമയത്ത് എംപ്ലോയർ എംപ്ലോയിക്ക് കാശായിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ, കൈൻഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ കാറിന്റെ രൂപത്തിലോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ പിരിച്ചുവിടുന്ന സമയത്ത് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുകയാണ് എങ്കിൽ ആ കോമ്പൻസേഷനെയും ഇൻകം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന സബ്സിഡീസ്, ഗ്രാൻഡ്സ്, അതുപോലെ റീഇംബേഴ്സ്മെന്റ്, ഇതെല്ലാം ഇൻകം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന LPG സബ്സിഡി, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിച്ചിട്ട് ആ അസറ്റിന്റെ കോസ്റ്റ് ആണ് ഗവൺമെന്റ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യുന്നത് എങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൊന്നും, അതായത് LPG സബ്സിഡി റീഇംബേഴ്സ്മെന്റിന്റെ സിറ്റുവേഷനിലും ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചതിന് ശേഷം ആ ഫിക്സഡ് അസറ്റിന്റെ കോസ്റ്റ് റീഇംബേഴ്സ് ചെയ്യുന്ന സിറ്റുവേഷനിലും അതിനെ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പോൾ അത് വരുന്ന സബ്സിഡീസും ഗ്രാൻഡ്സും ഒക്കെയാണ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരുപാട് ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് ബാങ്കിങ് സ്ഥാപനങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നടത്തുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഇൻകം ജനറേറ്റഡ് ആവുകയാണ്, പ്രോഫിറ്റ് ജനറേറ്റഡ് ആവുകയാണ് എങ്കിൽ then that profit is also treated as income.